കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. SSLC, +2 അതുപോലെയുള്ള റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ യുവതലമുറ ആത്മഹത്യയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ വല്ലാതെ കാണുന്നുണ്ട്. അഥവാ SSLCക്ക് ജയിക്കാത്തത് കൊണ്ടല്ല, അതിന് എന്തെങ്കിലും A+ കിട്ടാത്തത് കൊണ്ട്, അതുപോലെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഈ ചെറിയ മക്കൾ ആത്മഹത്യയെ വല്ലാതെ ചിന്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മുടെ ഈ വളർന്നു വരുന്ന മക്കള് രണ്ട് രീതിയിലാണ് വളരേണ്ടത്. ഒന്ന് ശാരീരികമായിട്ടും മറ്റൊന്ന് മാനസികമായിട്ടും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ മക്കൾ അധിക ആൾക്കാരും, ഭൂരിഭാഗം ആൾക്കാരും ശാരീരികമായിട്ട് ഓക്കെയാണ്. അവരുടെ കളികള്, അതുപോലെയുള്ള നടത്തം, അങ്ങനെയുള്ള മറ്റു പ്രവർത്തനങ്ങളിലൂടെ അവൻ ശാരീരികമായിട്ട് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. എന്നാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പരാജയപ്പെടുന്നത് അവരുടെ മാനസിക ശക്തിയിലായിരുന്നു. മനസ്സിന് ശക്തിയില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികളൊക്കെ മാനസികമായിട്ട് ശക്തി കുറയുന്നത് അവന്റെ ചുറ്റുപാടും കൃത്യമായിട്ട് ഒരു ധൈര്യവും ആത്മവിശ്വാസവും നൽകാത്തത് കൊണ്ടാണ്. നമ്മുടെ കയ്യിലാണ്, അഥവാ നമ്മുടെ ഈ പാരന്റ്സ് അതിന്റെ ചുറ്റുഭാഗത്തുള്ള ആ കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരാണ് ഈ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ആത്മവിശ്വാസവും മറ്റുള്ള ധൈര്യവും ഒക്കെ നൽകേണ്ടത്. കുട്ടികൾക്ക് ഒരുപാട് പാഠങ്ങൾ നൽകിയാൽ പോരാ, അതിന്റെ കൂടെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ മാനസിക ശക്തി കൂടുന്നത്. ഞാനൊരു കഥ പറയാം. രണ്ട് ഉമ്മമാര് തന്റെ ഓരോ മക്കളെയും കൂട്ടിയിട്ട് ഒരു വൈകുന്നേരം ഒരു പാർക്കിലേക്ക് പോയി. ആ പാർക്കിൽ വെച്ച് രണ്ട് മക്കളും ഒരു മരത്തിന്റെ മുകളിൽ കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ് വന്നു. അപ്പോൾ ഒരു ഉമ്മ തന്റെ മകനോട് പറഞ്ഞത്, മോനെ വീണു പോകും, താഴെ ഇറങ്ങൂ എന്നായിരുന്നു. എന്നാൽ മറ്റേ ഉമ്മ ആ മോനോട് പറഞ്ഞത്, മോനെ കാറ്റ് വരുന്നുണ്ട്, നന്നായിട്ട് പിടിച്ചോ എന്നാണ്. ഈ രണ്ട് ഉമ്മമാരുടെയും വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊരു ഉമ്മ പറഞ്ഞത് പേടിയുള്ള വാക്കുകളായിരുന്നു, വീണു പോകും, താഴെ ഇറങ്ങൂ എന്നായിരുന്നു. എന്നാൽ മറ്റേ ഉമ്മ പറഞ്ഞത് ഒരു ചെറിയൊരു വാക്കുകളുടെ മാറ്റമായിരുന്നു. അവനൊരു ധൈര്യമായിരുന്നു, കാറ്റ് വരുന്നുണ്ട്, പിടിച്ചു നിന്നോ എന്നായിരുന്നു. ആ വാക്കുകൾ തന്നെ അവനുള്ള ആത്മവിശ്വാസം കിട്ടും. അതുപോലെയുള്ള ചെറിയൊരു ആറ്റിറ്റ്യൂഡുകൾ തന്നെ നമ്മൾ മാറ്റിയാൽ നമ്മുടെ മക്കളിൽ ഒരുപാട് മാനസിക ശക്തിയും ആത്മവിശ്വാസവും കൂടും. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. നമ്മുടെ ഓരോ മക്കള് സെൻട്രൽ ഹാളിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുവച്ചാൽ, അല്ലെങ്കിൽ കൊണ്ടുവെക്കുന്നതിനിടയിൽ നമ്മൾ അവരെ തടയും. നിന്റെ കയ്യിൽ നിന്ന് വീണു പോകും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുട്ടി എങ്ങാനും ആ ഗ്ലാസ് അടുക്കളയിൽ എത്തിച്ചാൽ അവൻ രണ്ട് രൂപത്തിൽ അവൻ വളരും. ഒന്നാമത്തത്, അവൻ ശാരീരികമായിട്ട് ഒന്ന് ഉണർന്നു വരും, അതുപോലെ അതിലൊന്ന് അവൻ വളരും. രണ്ടാമത്തേത്, ഒരു ചെറിയൊരു ടാസ്ക് ആയിരിക്കും നമുക്ക് തോന്നുന്നത്, എന്നാൽ കുട്ടിക്ക് അതൊരു ലോകം കീഴടക്കിയ ഫീൽ ആയിരിക്കും. സെൻട്രൽ ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് ഒരു ഗ്ലാസ് എത്തിച്ചു എന്നത് അവനൊരു ലോകം കീഴടക്കിയ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെയുള്ളത് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും, പല തെറ്റുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി മാറ്റുക. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ആത്മവിശ്വാസവും ധൈര്യവും നൽകിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മക്കള് മാനസികമായിട്ട് ശക്തി കൂടും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.